ഷോറൂമിലും വീട്ടിലും നമുക്കിപ്പോൾ ഒരു വിലയുമില്ലെന്നും എത്രയും പെട്ടെന്ന് ആ വിശ്വനാഥനെ കണ്ടെത്തി കാശ് മേടിച്ച് അങ്കിളിൻ്റെ കയ്യിൽ കൊടുക്കണമെന്നും ശ്രുതി പറയുമ്പോൾ അത് പറ്റില്ലെന്നും ആ പണം അഭിലാഷ് സാറിന് കൊടുത്ത് സാധനങ്ങൾ എത്തിച്ചില്ലെങ്കിൽ സബ് ഡീലേഴ്സ് പ്രശ്നമുണ്ടാക്കുമെന്നും ശ്രുതി പറയുന്നു. തുടർന്ന് എത്രയും പെട്ടെന്ന് നീ നിന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരു 30 ലക്ഷം രൂപ വാങ്ങിത്തരണമെന്ന് പറയുന്ന ശ്രുതിയോട് ശ്രുതി ദേഷ്യപ്പെടുകയും അച്ഛൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിത്തരാൻ പറ്റില്ലെന്നും പറയുന്നു. പിറ്റേ ദിവസം രാവിലെ കാശിൻ്റെ കാര്യത്തെപ്പറ്റി ശ്രുതിയോട് തിരക്കുന്ന ചന്ദ്രമതിയോട് ഇളയച്ചൻ മലേഷ്യയിൽ ഇല്ലെന്നും വന്നു കഴിയുമ്പോൾ അച്ഛനോട് സംസാരിക്കുമെന്നും ശ്രുതി പറയുന്നു. തുടർന്ന് എത്രയും പെട്ടെന്ന് 50 ലക്ഷം രൂപ രവിയേട്ടന് തിരികെ കൊടുക്കണമെന്ന് ചന്ദ്രമതി ശ്രുതിയോട് പറയുന്നു. ഇതേ സമയം അവിടെ എത്തുന്ന സച്ചി വിശ്വനാഥനെ പറ്റി ഒരു ചെറിയ ക്ലൂ കിട്ടിയിട്ടുണ്ടെന്നും രേവതി CID പണി തുടങ്ങിയിട്ടുണ്ടെന്നും പറയുന്നു. പിന്നീട് ശരത്തിനെ വിളിക്കുന്ന രേവതി ആന്റണിയും ശ്രുതിയും ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ള വിവരവും വീഡിയോ പുറത്തുവിട്ടത് ശ്രുതിയാണോ എന്ന് സംശയമുള്ളതായും പറയുന്നതോടെ ഈ വിവരങ്ങളെല്ലാം രേവതി സച്ചിനെ അറിയിക്കുന്നു. തുടർന്ന് ശ്രുതിയുടെ കള്ളത്തരം പൊളിക്കാനായി സച്ചിൻ രേവതിയും തീരുമാനിക്കുന്നു. പിന്നീട് അടുക്കളയിൽ നിന്ന് ദോശ ഉണ്ടാക്കി കുളമാക്കുന്ന ശ്രുതിനെ വർഷയും രേവതിയും ചേർന്ന് കളിയാക്കുന്നു. തുടർന്ന് ശ്രുതി ഉണ്ടാക്കിയ ദോശയും ചട്നിയും കഴിച്ച് എരിവ് സഹിക്കാനാവാതെ ചന്ദ്രമതിയും ശ്രുതിയും എഴുന്നേറ്റ് ഓടുന്നു. പിന്നീട് ശ്രുതിക്ക് ഒരുപാട് കടമുണ്ടല്ലേ എന്നും ശ്രുതി ആന്റണിയുടെ കയ്യിൽ നിന്നും പണം പലിശയ്ക്ക് എടുത്തിരുന്നില്ലേ എന്നും രേവതി ചോദിക്കുന്നതോടെ ശ്രുതി ഞെട്ടിപ്പോകുന്നു. തുടർന്ന് ശരത്ത് അമ്മയുടെ കയ്യിൽ നിന്നും പണം മോഷ്ടിച്ചതിൻ്റെ വീഡിയോ ആന്റണിയാണ് പുറത്തുവിട്ടതെന്ന് രേവതി പറയുന്നതോടെ ശ്രുതിക്കാകെ ടെൻഷനാവുന്നു. പിന്നീട് ശ്രുതി ആന്റണിയുടെ കയ്യിൽ നിന്നും പണം പലിശയ്ക്ക് കടം വാങ്ങിയ വിവരം സച്ചി ശ്രീകാന്തിനെ അറിയിക്കുന്നു. തുടർന്ന് ശ്രീകാന്ത് ആ വിവരം ശ്രുതിയോട് പറയുന്നതോടെ ഞെട്ടിപ്പോകുന്ന ശ്രുതിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.